ഡോക്ടറാകണം, പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സ നൽകണം. കുട്ടിക്കാലം മുതലേ ഇങ്ങനെ സ്വപ്നം കണ്ടൊരു പെൺകുട്ടി കോട്ടയം മുട്ടിച്ചിറ സ്വദേശികളായ മോഹൻദാസിൻ്റെയും വസന്തകുമാരിയുടെയും ഏക മകൾ. ചെറിയ ക്ലാസ് മുതൽ പഠിക്കാൻ മിടുക്കിയായ മകളെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കുമെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. +2 പഠനത്തിന് ശേഷം MBBS കഴിഞ്ഞ് മകൾ ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ച കുടുംബം. എന്നാൽ 2023 മെയ് 10 ഇടുത്തി പോലെയാണ് അവർ ആ വാർത്ത കേട്ടത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടെന്ന വിവരം അറിഞ്ഞെങ്കിലും അത് തങ്ങളുടെ പൊന്നോമനയാകരുതേ എന്ന് ആ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷേ അന്നു മുതൽ മുട്ടുചിറയിലെ വീട്ടിൽ കണ്ണീരുണങ്ങിയിട്ടില്ല. പിന്നീട് മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം. ഒടുവിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന കോടതി വിധി. ഡോക്ടർ വന്ദനാദാസിൻ്റെ ജീവനെടുത്ത കൊടും കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നെഞ്ചുനീർന്ന വേദനയോടെ മകളുടെ ഓർമ്മകളുമായി നിൽക്കുന്ന 2 പേരെ കണ്ടു. കോട്ടയം മുട്ടുചിറയിലെ മോഹൻദാസും ഭാര്യ വസന്തകുമാരിയും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന് നീതി കിട്ടാൻ 2.5 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയ മാതാപിതാക്കൾ. നാളുകളായി അവർ കാത്തിരുന്ന ദിവസമായിരുന്നു ഇത്. മകളെ കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിനുള്ള ശിക്ഷ കൊല്ലം 1ാം അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധിക്കും. കൊലപാതകം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന കുറ്റങ്ങളും കോടതി ശരിവെച്ചിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതി സന്ദീപ് മദ്യലഹരിയിലായിരുന്നെങ്കിലും തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ തെളിയിക്കാനായതാണ് കേസിൽ നിർണായകമായത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും കോടതി തള്ളി. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്നാണ് കൊല്ലം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും വസന്തകുമാരിയും കോടതിയിലെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ വാദങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ നീതി ലഭിച്ചോ എന്ന് പറയാൻ കഴിയൂ എന്നും വിധിപ്പിക്കൊണ്ട് അവർ പ്രതികരിച്ചു. എന്താണ് ഈ വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ പറയാനുള്ളത്? വിധി വന്നതിന് ശേഷം പറയാം. പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭിക്കുമെന്നാണ് കോടതി എന്നുള്ള പ്രതീക്ഷ അല്ലേ? നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി 100% അദ്ദേഹം. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടന്നത്. 26 മുറിവുകളാണ് വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനയെ പിന്തുടർന്ന് കുത്തുന്നത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ കേസിലെ ശക്തമായ തെളിവുകളായി. 70ഓളം സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. കേരളത്തെയാകെ നടുക്കിയ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കുമരം ലഭിക്കുമോ അതോ ജീവപര്യന്തം തടവാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊല്ലം. അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അത് എത്രയും വേഗം പരിഹരിക്കണം കേട്ടോ. അയൽവാസി പൊതുശല്യമാണെന്ന് കണ്ടാൽ ആ നാട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കുന്നതാണ് നല്ലത്. ഇനി അവരെ വെല്ലുവിളിച്ചോ പോലീസിൽ പരാതി കൊടുത്തോ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വലിയ വില ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാം. തൃശ്ശൂർ ഒല്ലൂരിലെ സൗമ്യ എന്ന വീട്ടമ്മയുടെ കഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവരുടെ സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന തോമസുമായി നിസ്സാര കാര്യത്തിന് തുടങ്ങിയ വഴക്കാണ് പിന്നീട് കേസും പ്രശ്നങ്ങളും ഒടുവിൽ കൊലപാതകത്തിലും കലാശിച്ച കാഴ്ച. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കഴിഞ്ഞ രാത്രിയിലാണ് സൗമ്യയെ അയൽവാസി റോഡിലിട്ട് കുത്തിക്കൊന്നത്. കേസിൽ പ്രതി തോമസിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
തിങ്കളാഴ്ച വൈകിട്ട് 7ഓടെയാണ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാരിയായ സൗമ്യ വീട്ടിലേക്ക് വരുന്നതിനിടെ വഴിയിൽ തടഞ്ഞു നിർത്തി അയൽവാസിയായ തോമസ് കുത്തുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി സൗമ്യയെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതി തോമസ് കിണറ്റിൽ വീണു. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ചീരാച്ചിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതിയായ തോമസ്. അയൽവാസിയായ തോമസിന്റെ പേരിൽ സൗമ്യ നേരത്തെ പോലീസിൽ പരാതി നൽകുകയും ഇതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അയൽവാസികളായ ഇവർ തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങളും വഴക്കുമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകളുണ്ട്. അതിനിടെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് തിരുമിറ്റക്കോട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായകമായ വഴിത്തിരിവ്. വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ നൽകിയത് സ്വന്തം ചെറിയച്ഛൻ്റെ മകനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതി മലപ്പുറം പൂങ്ങോട് സ്വദേശി സിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കാലത്ത് മുഹമ്മദ് അലിയുടെ വിശ്വസ്തനായിരുന്ന സിയാസാണ് പല ബിസിനസ്സുകളും നോക്കി നടത്തിയിരുന്നത്. എന്നാൽ സിയാസിൻ്റെ തട്ടിപ്പുകൾ മുഹമ്മദ് അലി കണ്ടെത്തുകയും ചുമതലകളിൽ മാറ്റി നിർത്തുകയും ചെയ്തതിൻ്റെ പകയാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ കൊട്ടേഷൻ സംഘം ഇടയ്ക്ക് ഉറങ്ങിപ്പോകുകയും മുഹമ്മദ് അലി രക്ഷപ്പെടുകയും ചെയ്തത് സിയാസിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തകർത്തു. സംഭവം നടന്ന് 3 മാസത്തിന് ശേഷമാണ് പോലീസിന്റെ മുഖ്യപ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഡിസംബർ 6-ന് തൃത്താല കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ചാണ് വണ്ടൂർ സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ മുഹമ്മദ് അലിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. കാർ തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി ഭീകരാന്തരീക്ഷമുണ്ടാക്കിയാണ് വ്യവസായിയെ കടത്തിക്കൊണ്ടുപോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് അലിയെ പട്ടാമ്പി മുതൽ കൊട്ടേഷൻ സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു. തുടർന്ന് കോതകുറിശ്ശിയിലെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവന്ന സംഘം വാഹനത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി കാനഡയിലുള്ള മകന് സന്ദേശമയപ്പിക്കുകയും ചെയ്തു. 70 കോടി രൂപ ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം. കൊട്ടേഷൻ സംഘം മദ്യപിച്ച് ബോധരഹിതരായതോടെ പുലർച്ചെയോടെയാണ് മുഹമ്മദ് അലി തടവിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. തുടർന്ന് സമീപത്തെ പള്ളിയിൽ കയറി. അവിടെ എത്തിയ ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചതും സംഭവം പോലീസിനെ അറിയിക്കുന്നതും. വിശദമായ അന്വേഷണത്തിലാണ് കേസിലെ പ്രധാന പ്രതിയും മുഹമ്മദ് അലിയുടെ പിതാവിന്റെ അനുജന്റെ മകനുമായ മലപ്പുറം പൂങ്ങോട് സ്വദേശി സിയാസിനെ എടവണ്ണയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകലിന് ഇയാളാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ നേരത്തെ പിടിയിലായ 6 പ്രതികളിൽ ഒരാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിയാസ് പിടിയിലായത്. ഒരു കാലത്ത് മുഹമ്മദ് അലിയുടെ വിശ്വസ്തനായിരുന്ന സിയാസ് ബിസിനസ്സുകൾ നോക്കി നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സിയാസിന്റെ തട്ടിപ്പുകൾ മുഹമ്മദ് അലി കണ്ടെത്തുകയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തത് മൂലം ഇയാൾ കടക്കണിയിലായി. ഇതിന്റെ പക വീട്ടുന്നതിനും മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയി വലിയൊരു തുക മോചനദ്രവ്യം വാങ്ങി ബാധ്യതകൾ തീർക്കുന്നതിനും വേണ്ടിയാണ് സിയാസും കൂട്ടാളികളും ചേർന്ന് കൃത്യം നടത്തിയതെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും വാഴുന്ന നാട്. പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കുന്ന കൊലപാതകം. നാട്ടുകാർക്ക് നേരെ കൊലവിളി. പോലീസിന് പോലും വെല്ലുവിളില്ല. ഇങ്ങനെയുള്ള നാട്ടിൽ സാധാരണക്കാരുടെ സുരക്ഷ വലിയൊരു വെല്ലുവിളിയാണ്. തൃശൂർ മണ്ണുത്തിയിൽ പോലീസിന് നേരെയാണ് ഗുണ്ടാ സംഘം ആക്രമണം നടത്തിയത്. കൊലക്കേസ് പ്രതിയായ വിഷ്ണുജിത്തിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒല്ലൂർ SI വരുണിന്റെ കൈപ്പത്തിക്കാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിഷ്ണുജിത്ത്, ജിഷ്ണു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി സ്റ്റേഷനിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതി വിഷ്ണുജിത്തിനെ പിടികൂടാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം. മണ്ണുത്തിക്ക് സമീപം കൊഴുക്കുള്ളിയിൽ ഇയാളുണ്ടെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിന് നേരെ ആദ്യം സംഘം കത്തിവീശി.
ആക്രമണം തടയാൻ ശ്രമിച്ച SI വരുണിന്റെ കൈപ്പത്തിക്കുള്ളിൽ ആഞ്ഞുകുത്തുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിഷ്ണുജിത്ത്, ഇയാളുടെ സുഹൃത്ത് ജിഷ്ണു എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂർക്കിനിക്കര കൊലപാതക കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് 2 പേരുമെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച സംഘത്തിലും ഇവർ പ്രതികളാണ്. വിഷ്ണുജിത്തിനെതിരെ മണ്ണുത്തി സ്റ്റേഷനിൽ കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇയാളെ പിടികൂടാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം. അതിനിടെയാണ് ആക്രമണമുണ്ടായത്. ന്യൂസ് 18 തൃശൂർ. ക്രിമിനൽ സംഘങ്ങളെപ്പോലെ മോഷ്ടാക്കളും നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുകയാണ്. പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. പിടിച്ചുപറിയും കൊള്ളയുമായി പൊതുനിരത്തുകൾ ഇവർ കൈയടക്കുകയാണ്. പോലീസും നിരീക്ഷണ സംവിധാനങ്ങളുമെല്ലാം പലപ്പോഴും നോക്കുകുത്തികളാകുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തന്റെ കാർ കുത്തി തുറന്ന് മൊബൈൽ ഫോണും പണമടങ്ങിയ പേഴ്സും മോഷ്ടിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മോഷ്ടാവിനായി വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്ര പരിസരത്ത് ഇതിനു മുൻപും സമാനമായ മോഷണങ്ങൾ നടന്നതായി ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും പറയുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു മോഷണം. തിരുവനന്തപുരം സ്വദേശികളായ ഭക്തർ കാർ പാർക്ക് ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്താനായി കയറിയപ്പോഴാണ് മോഷണം നടന്നത്. കാറിനുള്ളിൽ നിന്നും മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. രാവിലെ 8:30 മോഷണം. മോഷ്ടാവ് കാറിന് സമീപത്ത് നിന്ന് പരിസരം നിരീക്ഷിച്ച ശേഷം കാർ കുത്തി തുറന്ന് മൊബൈൽ ഫോണും പണമടങ്ങിയ പേഴ്സും കവർന്ന് കടക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് ഇതിനു മുമ്പും സമാനമായ മോഷണങ്ങൾ നടന്നതായി ജീവനക്കാരും നാട്ടുകാരും പറയുന്നു. മോഷ്ടാവിനായി വർക്കല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ആറ്റിങ്ങൽ. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ മോഷണം പോയ കേസ് പോലീസിന് എത്രത്തോളം വെല്ലുവിളിയാണ്. 5 മാസം മുൻപ് നടന്ന കവർച്ചാ കേസിൽ എങ്ങനെ പ്രതികളിലേക്ക് എത്താൻ കഴിയും? കള്ളനെ കണ്ടെത്താൻ വിദഗ്ധ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. കൊട്ടാരത്തിൽ പരിശോധനയ്ക്കെത്തിയ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്തു. പരമാവധി വിവരങ്ങളും തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് മോഷണം നടത്തിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക കവടിയാർ കൊട്ടാരത്തിലെത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കവർച്ചയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തി. ജീവനക്കാരെയും സന്ദർശകരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന വിലയിരുത്തലിലാണ് പോലീസ്. കവടിയാർ കൊട്ടാരത്തിലെ വൻ കവർച്ച 2 ദിവസം മുമ്പാണ് പുറത്തു വന്നത്. ഗൗരി ലക്ഷ്മിബായിയുടെ കിടപ്പുമുറിയിലെ അലമാരയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണങ്ങളും പുരാതന സ്വർണശേഖരവുമാണ് നഷ്ടമായത്. ഇതിന് 2 കോടിയോളം രൂപ വിലമതിക്കും. 2025 നവംബറിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി അറിയുന്നതെന്ന് പരാതിയിൽ പറയുന്നു. നിരവധി സുരക്ഷാ ജീവനക്കാരും CCTVയുമുള്ള കൊട്ടാരത്തിനുള്ളിൽ പുറത്തുനിന്ന് മോഷ്ടാവ് കടക്കുക എളുപ്പമല്ല. സംഭവത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
ഉത്സവകാലത്ത് ആളില്ലാത്ത വീടുകൾ നോട്ടമിട്ട് വയ്ക്കും. രാത്രി സമയങ്ങളിൽ വീട് കുത്തിത്തുറന്ന് കവർച്ച. കാസർഗോഡ് സ്വദേശികളായ ഹാഷിമിൻ്റെയും മനോജിൻ്റെയും രീതിയാണിത്. വടക്കൻ കേരളത്തിലെ പല മോഷണ കേസുകളിലും പ്രതികളായ ഇവർക്ക് ഒടുവിൽ പിടിവീണത് പാലക്കാട് കൂറ്റനാട് വീട്ടിൽ മോഷണം നടത്തിയ കേസിലാണ്. ക്ഷേത്രത്തിലെ പൂരം കാണാൻ കുടുംബം വീട് പൂട്ടിപ്പോയപ്പോഴാണ് 25 പവൻ സ്വർണം കവർന്നത്. കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. 2 പേരും നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ്. കൂറ്റനാട് തൊഴുക്കാട് ഹരിഭവനിൽ സുധീറും കുടുംബവും കഴിഞ്ഞ 13-ന് ആമക്കാവ് ക്ഷേത്രത്തിലെ പൂരം കാണാൻ വീട് പൂട്ടിപ്പോയപ്പോഴായിരുന്നു മോഷണം. വാതിലിലെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണമാണ് കവർന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കാസർഗോഡ് പെരിയ ചെരുമ്പ് സ്വദേശി എച്ച് ഹാഷിം, വിദ്യാനഗർ സ്വദേശി മനോജ് എന്നിവരെ പോലീസ് പിടികൂടി. പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. വാതിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാറകൾ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. പ്രതികൾ കാസർഗോഡുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണവും ഇവിടെ നിന്ന് കണ്ടെടുത്തു. ശനിയാഴ്ചയോടെ സ്വർണവുമായി കാസർഗോഡ് എത്തിയ പ്രതികൾ ഞായറാഴ്ച ഇത് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കടകളില്ലാത്തതിനാൽ മുറിയിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രതികൾക്കെതിരെ 15-ലധികം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ ക്രൈം സ്ക്വാഡും ചാലിശ്ശേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരഭിഭാഷകനായിരിക്കെ ചെയ്ത നിയമലംഘനം മുൻ മന്ത്രി ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുന്നിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ നെടുമങ്ങാട് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചതോടെ MLA പദവി നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അയോഗ്യനായി. ഒടുവിൽ ഹൈക്കോടതിയായിരുന്നു ആന്റണി രാജുവിൻ്റെ പ്രതീക്ഷ. എന്നാൽ തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിലും തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി. ഇതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാവില്ല. MP, MLA എന്നിവർക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ജഡ്ജി ജസ്റ്റിസ് C. ജയചന്ദ്രനാണ് ആന്റണി രാജുവിന്റെ ഹർജി തള്ളിയത്. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ആന്റണി രാജു അഭിഭാഷകനായിരുന്ന കാലത്താണ് തൊണ്ടിമുതൽ കേസിനാസ്പദമായ സംഭവം. ലഹരിമരുന്ന് കേസിൽ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാനായി തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നായിരുന്നു കുറ്റം. കേസിൽ 2ാം പ്രതിയായ ആന്റണി രാജുവിന് ജനുവരി 3-നാണ് നെടുമങ്ങാട് കോടതി 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഇതോടെ ആന്റണി രാജുവിന്റെ MLA സ്ഥാനം നഷ്ടമായിരുന്നു. വിധിക്ക് എതിരെയുള്ള അപ്പീൽ പരിഗണിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷ തടയാൻ വിസമ്മതിച്ചു. ഇത് ചോദ്യം ചെയ്താണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് 2 വർഷം ജയിൽ ശിക്ഷ വിധിച്ചാൽ MLA സ്ഥാനം അയോഗ്യമാക്കപ്പെടും. ആന്റണി രാജുവിന് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഈ വിധി റദ്ദു ചെയ്യപ്പെടണം. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ വിധിയോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. രാഷ്ട്രീയ ഭാവി തകർക്കാൻ കെട്ടിച്ചമച്ച കേസാണിത് എന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. സേവ് ബോക്സ് ഓഫ് തട്ടിപ്പ് നടൻ ജയസൂര്യയെ സംശയനിഴലിൽ നിർത്തിയ കേസാണ്. ബ്രാൻഡ് അംബാസിഡറായിരിക്കെ താരം കൈപ്പറ്റിയത് തട്ടിപ്പ് പണമാണെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. എന്നാൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജയസൂര്യയ്ക്ക് ആശ്വസിക്കാം. നടനെ സാക്ഷിയാക്കിയാണ് ED കൊച്ചിയിലെ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സ്ഥാപന ഉടമ സ്വാതിക് റഹീം, തസ്ലീം, സേവ് ബോക്സ് കമ്പനി എന്നിവരാണ് പ്രതികൾ.
11 സാക്ഷികളാണുള്ളത്. ജയസൂര്യയ്ക്ക് പുറമെ ഭാര്യ സരിത ജയസൂര്യയും കേസിൽ സാക്ഷിയാണ്. ജയസൂര്യയുടെയും ഭാര്യയുടെയും പേരിലുള്ള 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി ഇഡി കണ്ടുകെട്ടിയിരുന്നു. സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസികൾ നൽകാമെന്ന പേരിലും ആപ്പിന്റെ മറവിലും കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. സ്ഥാപന ഉടമ സാദിഖിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസുകളുടെ ചുവട് പിടിച്ചാണ് 2 വർഷം മുൻപ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ. ബ്രാൻഡ് അംബാസഡറായിരിക്കെ ജയസൂര്യ കൈപ്പറ്റിയത് തട്ടിപ്പ് പണമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. 39 ലക്ഷം രൂപയാണ് ജയസൂര്യയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നടപടികളുടെ ഭാഗമായി കൊച്ചി, എളംകുളം വില്ലേജുകളിലെ ജയസൂര്യയുടെ സ്ഥലമാണ് കണ്ടുകെട്ടിയത്. 1.88 കോടി വിലമതിക്കുന്നതാണ് ഈ സ്ഥലം. ഇതിൽ നിന്നാണ് 35 ലക്ഷത്തിന്റെ മൂല്യമുള്ള ഭാഗം കണ്ടുകെട്ടിയത്. തനിക്ക് ലഭിച്ച പണം വേതനമായിരുന്നു എന്നായിരുന്നു ജയസൂര്യയുടെ വാദം. എന്നാൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിനേക്കാൾ കൂടിയ തുക അക്കൗണ്ടിലെത്തിയെന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യയ്ക്ക് കഴിഞ്ഞില്ല. കേസിൽ 2 തവണയാണ് ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതസ്പർദ്ധ വളർത്തുന്നവരും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ചില കുപ്രചരണങ്ങൾ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. മലപ്പുറത്ത് റമദാനിൽ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചതിന് ആക്രമണം നടത്തിയെന്ന രീതിയിൽ ഒരു വ്യാജ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നടുവട്ട സ്വദേശി ശ്രീജിത്താണ് സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശം പ്രചരിപ്പിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസിന്റെ നടപടി. റമദാൻ നോമ്പുകാലത്ത് ഹോട്ടലിൽ ഭക്ഷണം വിൽപ്പന നടത്തിയതിന് ചിലർ ആക്രമിച്ചെന്നാരോപിച്ച് മതസ്പർദ്ധ പരത്തുന്ന തരത്തിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് ഹോട്ടലുടമയായ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. നടുവട്ടം സ്വദേശിയും ഇപ്പോൾ കാരത്തൂരിൽ താമസക്കാരനുമായ വയ്യാട്ട് കിഴക്കേതിൽ ശ്രീജിത്താണ് അറസ്റ്റിലായത്. ആദവനാട് കാട്ടിലങ്ങാടിയിൽ ശ്രീജിത്ത് നടത്തുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ് വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത്. ശ്രീജിത്തിന്റെ സ്ഥാപനത്തിൽ കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യം നൽകിയതിന് മുസ്ലിം സമുദായത്തിലുള്ള ചിലർ ആക്രമിച്ചെന്നായിരുന്നു സന്ദേശം. സ്ഥാപനം ഈ സംഘം അടപ്പിച്ചെന്നും തുറക്കാൻ അനുവദിക്കുന്നില്ലെന്നും സ്ഥാപനത്തിലെ സാധനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇയാൾ ആരോപിച്ചിരുന്നു. ഇത് പാകിസ്ഥാനാണോ എന്ന തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളും ഉൾപ്പെടുത്തിയാണ് സന്ദേശം പ്രചരിപ്പിച്ചത്. തനിക്ക് പിന്തുണ നൽകാൻ കൂട്ടായ്മ രൂപീകരിക്കണമെന്നും സന്ദേശത്തിൽ ആവശ്യമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കണ്ടെത്തി. തുടർന്നാണ് ശ്രീജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ പേരിൽ മുൻപ് 3 കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ചില പ്രതിഷേധങ്ങളും സമരങ്ങളും അതിര് കടക്കുന്നതാണ് പതിവ്. പ്രത്യേകിച്ച് സ്വന്തം ജീവൻ അപകടത്തിലാക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിഷേധ സമരങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വയനാട്ടിൻ്റെ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് മുന്നിൽ അത്തരമൊരു ഒറ്റയാൾ പ്രതിഷേധം കണ്ടു. 14 ലക്ഷം രൂപ നിക്ഷേപിച്ച ബ്രഹ്മഗിരിയിലെ മുൻ ജീവനക്കാരൻ കൂടിയായ നൌഷാദാണ് പ്രതിഷേധവുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഒടുവിൽ വിവരമറിഞ്ഞെത്തിയ പോലീസ് നൌഷാദിന്റെ പക്കൽ നിന്ന് പെട്രോൾ ക്യാൻ പിടിച്ചു വാങ്ങി അയാളെ അനുനയിപ്പിക്കുകയായിരുന്നു. 14 ലക്ഷം രൂപ അവരുടെ അടുത്ത് കണ്ടുപോയത് ഇനി പറ്റൂല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കളെ, ഇവിടുത്തെ മുഴുവൻ റിപ്പോർട്ട് നോക്കി കാക്കലത് അഴിമതി നടത്തിയത്.
CPMന്റെ നേതൃത്വത്തിലുള്ളതാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള കൽപ്പറ്റ സ്വദേശിയും പാർട്ടി പ്രവർത്തകനുമായ നൌഷാദ് മാട്ടിലാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മീനങ്ങാടി പാതിരിപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കയ്യിൽ ചെങ്കൊടിയും പെട്രോളുമായി എത്തിയായിരുന്നു ഭീഷണി. ഇവര് കള്ളന്മാരായിട്ട് പാവപ്പെട്ട CPMകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച കള്ളന്മാരാണ്. PK സുരേഷ്, കൃഷ്ണപ്രസാദ്, അങ്ങനെ ഒരു വൻ ടീമാണ് ഇവിടെ കക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ എന്നെ കട്ടത്. ഇനി ഇതാവൂല, ഒന്നുകിൽ എന്റെ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ 14 ലക്ഷം രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും പണത്തിന്റെ കാര്യം തീരുമാനമായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും നൌഷാദ് ഭീഷണി മുഴക്കി. വിവരമറിഞ്ഞെത്തിയ പോലീസ് നൌഷാദിന്റെ പക്കൽ നിന്നും പെട്രോൾ ക്യാൻ പിടിച്ചു വാങ്ങി. ബോർഡംഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന ഉറപ്പിന്മേലാണ് നൌഷാദ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. നൌഷാദ് ഇന്നിപ്പോ എന്റെ പണം വെക്കുന്ന കൊടുക്കാനില്ലാത്ത പ്രശ്നമുള്ളൂ. മറ്റേത് ദിവസവും ഞങ്ങൾ സഹിക്കാൻ പറ്റിയാണ്. നൌഷാദിനോട് ഈ സ്ഥാപനം നൌഷാദ് ജോലിയാണ് ആവശ്യപ്പെടുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് നൌഷാദിന് ജോലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നൌഷാദ് ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യത തീർക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് വെക്കണം നാളെ വെക്കണം എന്ന് പറഞ്ഞാൽ നൌഷാദിന് വലിയ കഷ്ടപ്പാടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ നടുവിൽ ഇന്ന് പണം തരണം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇന്ന് കൊടുക്കാനില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രശ്നം. പലരിൽ നിന്നുമായി 100 കോടിയിലധികം രൂപ സൊസൈറ്റി നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. ഇതിന് പലിശയും നിശ്ചയിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഫാക്ടറി പൂട്ടേണ്ടി വന്നതിനാൽ നിക്ഷേപകരുടെ മുതലും പലിശയും നൽകാൻ കഴിഞ്ഞില്ല. 3 വർഷമായി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്. നിരവധി ആളുകൾക്കാണ് പണം ലഭിക്കാനുള്ളത്. ഇവർ കൂട്ടായ്മ രൂപീകരിച്ച് പലതവണ സമരം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിക്ഷേപകർ വോട്ട് ബഹിഷ്കരിച്ചിരുന്നു. 14 ലക്ഷം രൂപ അവരുടെ അടുത്ത് കണ്ടുപോയത്. ഇനി പറ്റൂല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കളെ, ഇവിടുത്തെ മുഴുവൻ റിപ്പോർട്ട് നോക്കി കാക്കലത് അഴിമതി അവരോട് നടത്തിയത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ മുന്നിൽ പോയ ബസ്സിനെ മനഃപൂർവ്വം ഇടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഡ്രൈവർ തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി ഫഹദിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കി. തമിഴ്നാട്ടിലെ സേലത്ത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 66-കാരിയെ 2 പേർ പീഡിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ജെല്ലിക്കാട് സ്വദേശി രവികുമാർ അറസ്റ്റിൽ. 2ാമത്തെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ജനസമ്പർക്ക പരിപാടിയെ പരിഹസിക്കുന്നതിനിടെ ചലച്ചിത്ര താരം നയൻതാരയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ AIADMK നേതാവ് വിവാദത്തിൽ. രാജ്യസഭാ MP-യായ CV ഷൺമുഖമാണ് വിവാദ പരാമർശം നടത്തിയത്. നമ്മൾ റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ചില ആളുകളെ കാണാറുണ്ടല്ലേ? പ്രത്യേകിച്ച് KSRTC സ്വകാര്യ ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, കണ്ടെയ്നർ ലോറികൾ, അങ്ങനെ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് പോലും കൊടുക്കാതെ യാത്ര ചെയ്യുന്നവർ എത്രയോ ആളുകളെയാണ് ദ്രോഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. ആ വാഹനത്തിന് കുറുകെയിട്ട് അവരോട് പ്രതികാരം ചെയ്യാനും തോന്നും. എന്നാൽ ഗതാഗത നിയമലംഘനം ആര് കാട്ടിയാലും അത് തെറ്റ് തന്നെയാണ് കേട്ടോ. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ KSRTC ബസ്സിന് തടസ്സം സൃഷ്ടിച്ചുള്ള കാർ യാത്രക്കാരായ യുവാക്കളെ പോലീസ് കയ്യോടെ പൊക്കി. ബസ് മുന്നിലേക്ക് കടത്തിവിടാതെ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടിച്ചെന്നാണ് പരാതി. ഒരുപക്ഷെ ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാകാം കാർ യാത്രക്കാരെ പ്രകോപിപ്പിച്ചത് എന്നു കരുതി നിയമം ആര് ലംഘിച്ചാലും കടുത്ത നടപടി തന്നെ വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.